ജീവിതങ്ങൾ പലപ്പോഴായി വഴിതെറ്റിപ്പോകുന്ന വർത്തമാനകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യുവതലമുറ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന ഈ ഒരു കാലത്ത് ഒരുപക്ഷെ ചിലരുടെ സഹായഹസ്തങ്ങൾ മറ്റു ചിലർക്ക് ജീവിതത്തിൻ്റെ ഒരു തിരുനാളമായി മാറാറുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. മലപ്പുറത്ത് നിന്നും ഒരാൾ എന്നോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ആ ഒരാൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം ഏകദേശം 4000-ഓളം ആളുകളെ ഈ പറയുന്ന മദ്യാസക്തിയിൽ നിന്നും ലഹരിയിൽ നിന്നുമൊക്കെ അവരെ പിന്തിരിപ്പിച്ച് ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരാളാണ് ഷബീർ അലി. നമസ്കാരം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, താങ്ക് യു. ഈ എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പ് കോച്ച്, സൈക്കോളജി മേഖല, മനഃശാസ്ത്ര മേഖല വളരെ വിപുലമായൊരു മേഖലയാണ്. അതിനപ്പുറത്ത് എനിക്ക് താങ്കളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയതിലും ഞാൻ താങ്കളെ ഇന്ന് എൻ്റെ യു വാർത്തയുടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൻ്റെ കാരണം പുതിയ സമൂഹത്തിൽ എല്ലാവരും ഈ പറയുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ കുട്ടികൾ പോലും ഡ്രഗ്സിൻ്റെയൊക്കെ അടിമപ്പെട്ടു പോകുന്ന നാട്ടിൽ നിന്നും ഇവിടെ ഗസ്റ്റായിട്ട് വന്നതാണ് താങ്കൾ, എനിക്കറിയാം. വളരെ ഹ്രസ്വമായൊരു വിസിറ്റിംഗ് ആണ്. പക്ഷേ നാട്ടിലെ ജീവിതം എത്രമേൽ സങ്കീർണമാകുന്നു കുട്ടികൾക്കടക്കം എന്നുള്ളത് തിരിച്ചറിയുന്നൊരു ഘട്ടത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നവരെ പുതിയ വാർത്തെടുക്കാൻ, അല്ലെങ്കിൽ അവർ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തിനാണ് ഷബീർ അലി ശ്രമിക്കുന്നത്? എന്താണ് ഷബീർ അലിയുടെ ഒരു ഇൻറ്റൻഷൻ? നമ്മുടെ പുതുതലമുറ പുതിയ ചിന്തകളുമായി നാളെയെ കെട്ടിപ്പടുക്കുന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. എപ്പോഴും, എല്ലാ കാലത്തും അതെ. കോവിഡിന് ശേഷം നമ്മുടെ ഇൻറ്റൻഷൻ ഒന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മാറിയോ എന്ന് സംശയമുണ്ട്. ആളുകൾക്ക് ഫണ്ടിനോട് മാത്രം ഇഷ്ടം, സീരിയസ് ആവുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ് ആളുകൾ ഗെയിംസ് ഉണ്ട്, നമുക്ക് മറ്റു വഴികളുണ്ട്. പക്ഷേ ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡ്രഗിലോട്ടായിപ്പോയി. ഈ ഡ്രഗ്സ് റിസർച്ചസ് ഒക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുണ്ടാവാം, നെഗറ്റീവായിട്ടും ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നത് നെഗറ്റീവ് മാത്രമാണ്. ഡ്രഗ്സ് അത് ഉപയോഗിക്കലോടുകൂടെ ആളുടെ ഗ്രൂപ്പ് ഓഫ് ടീം മാറിപ്പോയി. അതിനകത്ത് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഇല്ല, കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളില്ല. അവർക്ക് വേണ്ടത് ലഹരി ഉപയോഗിക്കണം, തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെടണം. ഇതിൽ നിന്ന് മാറ്റിയെടുക്കൽ മാത്രമാണ് നാളെ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നത് എൻ്റെ മുൻപുള്ള ആളുകൾ ഇതുപോലത്തെ വേദികൾ ഒരുക്കിയത് കൊണ്ടും നമുക്ക് ഇതുപോലുള്ള ചാനൽ ഓപ്പണാക്കി, വിൻഡോ ഓപ്പണാക്കിയത് കൊണ്ടാണ്. പക്ഷെ പുതിയ തലമുറ ഭൂരിഭാഗം ആളുകളും എന്ന് പറയുമ്പോഴും നല്ലൊരു ശതമാനം എന്തുണ്ട്, നല്ല ആളുകളും ഉണ്ട്. കുട്ടികൾക്ക് ലഹരി എന്ന് പറയുന്നത് അത് ലൈഫിൻ്റെ ഭാഗമാണ്, അത് മറ്റൊന്നിനും തടസ്സമല്ല എന്നൊരു തോന്നലുണ്ട്. അത് വലിയ വിപത്തുണ്ടാക്കും. ഉദാഹരണം, മിംഹാർ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ തുടങ്ങുന്ന കാലത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇത് ലഹരിയുടെ ആവശ്യം നോ, ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഉണ്ടായിരുന്നു. കാരണം അത് സുലഭമായി ആളുകൾ ചെയ്യുന്നതാണല്ലോ. പല സ്ഥലങ്ങളിൽ പല ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കൊരു ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുൻപിൽ ഒരാളെ അപകടപ്പെട്ട് മരണപ്പെട്ട സംഭവമുണ്ട്. അപ്പം പിന്നെ ഒരാൾക്കെങ്കിലും ഒരു വീട്ടിലെങ്കിലും പുഞ്ചിരി വിടർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നാട് മുഴുവൻ നന്നാക്കുക എന്നുള്ളത് തെറ്റായ ചിന്തയാണ്. പക്ഷെ നമ്മുടെ മുൻപിലുള്ള ഒരാളെങ്കിലും ചിരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വലിയ കാര്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിൽ ഇറങ്ങിയത്. ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലഹരിയുടെ സ്വഭാവത്തിലും ഉപയോഗിക്കുന്ന ആളുകളുടെ വണ്ണത്തിലും എണ്ണത്തിലും രൂപത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഒരു 50 വയസ്സിന് താഴെയുള്ള ആളുകൾ മദ്യം പോലെയുള്ള ആൽക്കഹോൾ യൂസ് ചെയ്ത ആളുകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ കിട്ടാനില്ല എന്നതാണ്. അത് ഒന്നും കൂടെ ഒരു പ്രസ്റ്റീജ് സാധനത്തിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ആളുകൾ വളരെ പണ്ട് നമ്മൾ ദിനേശ് ബീഡി എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ചില സിന്തറ്റിക്കിലോട്ട് ആളുകൾ പോയിട്ടുണ്ട്. ഇത് മുൻപത്തെ ലഹരി, ഞാൻ ലഹരി നല്ലത് ചീത്തത് എന്നതിനപ്പുറത്തേക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന ആളുകളിലുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ അല്ല ഇപ്പോഴത്തെ രാസലഹരികളിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഇവരൊക്കെ ശരിക്കും അവർക്ക് അവരെ അറിയില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, കുറച്ച് മുൻപ് നമ്മുടെ കേരളത്തിൽ ലഹരി ഉപയോഗിച്ച് ഒരാൾ വീട്ടിൽ കുറേ പേരെ ആക്രമിച്ച സംഭവം, കൂട്ടുകാർക്കിടയിൽ പിന്നെ അക്രമവാസന കൂടിയത്. അപ്പം നമ്മൾ എല്ലാ മീഡിയാസും ഭയങ്കര അവെയറായിരുന്നു അല്ലേ, സമൂഹത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ അതില്ല.
ആളുകളൊക്കെ പറയുന്നത് അതോടുകൂടി നാട് നന്നായി. പക്ഷെ ഞങ്ങളെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച ഇതൊരു ക്യാമ്പയിൻ പോലെ ചെയ്യും. പിന്നെ എല്ലാ ചാനൽസും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുന്ന 1 മാസം കഴിയുമ്പോഴേക്കും നാട് പെർഫെക്റ്റ് ഒരു ഒരു അല്ലേ പൊതുജന ബോധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താറ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊമോഷൻ്റെ ഭാഗമാണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്, പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് റിസൾട്ട് ഉണ്ട്. അതും പറയാം, മീഡിയാസ് അത് ഇടപെടുന്നത് കൊണ്ട് റിസൾട്ട് ഒരുപാടുണ്ട്. ആ സമയത്ത് നമുക്ക് വരുന്ന കോൾസ് മുൻപൊക്കെ എൻ്റെ മകൻ ഇന്നാലിന് പ്രശ്നമുണ്ട് എന്ത് ചെയ്യാമെന്ന ചോദ്യമാണെങ്കിൽ മീഡിയാസ് എല്ലാവരും ഒരുപോലെ ഇത് ഏറ്റെടുത്ത സമയത്ത് നമുക്ക് വന്ന കോളിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എൻ്റെ മകന് ഇതുണ്ടോ എന്ന സംശയമുണ്ട്, എന്ത് ചെയ്യാം. അതായത് വീട്ടിലുള്ളവർ പോലും സംശയിക്കാനുള്ള നോളജ് വന്നു. അതെ, മാത്രമല്ല ആളുകൾ പാനിക്കായി. അത് ആ പാനിക്ക് ഒരർത്ഥം എല്ലാം മിതമാണെങ്കിൽ നല്ലതാണല്ലോ. അത് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടോ, അതിന് സിംറ്റംസ് വരെ പഠിച്ചു തുടങ്ങി. എല്ലാം ശരിയാവണമെന്നില്ല, പക്ഷെ അവർ എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ കുറേയൊക്കെ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ആളുകൾ കുറേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ജാഥകൾ നടത്തുന്നു, മീഡിയകൾ ഭയങ്കര റിപ്പോർട്ട് വരുന്നു. ശേഷം ദെൻ ഫൈൻ, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അന്നും അതിനു മുൻപും ഉപയോഗിച്ചിരുന്ന ആളുകൾ രാസലഹരികളായിരുന്നുവെങ്കിൽ ആ രാസലഹരി ഉപയോഗിച്ച ആളുകൾ ഇന്ന് കറക്റ്റ് നമ്മുടെ ഈ ഡേറ്റ് 2026 ഫെബ്രുവരി 13 വരുമ്പോൾ അവരൊക്കെ ശരിക്കും മാനസിക രോഗികളായിട്ട് മാറി തുടങ്ങി. അത് നമ്മൾ അറിയുന്നില്ല. മാനസിക രോഗം പല കാരണങ്ങൾ കൊണ്ട് വരാമല്ലോ. അത് ബൈ ജനറ്റിക്കിൽ വരാം, മറ്റ് ജീവിത സാഹചര്യം വരാം. ഡ്രഗ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതിനകത്ത്. ലഹരി കൊണ്ടാണ് ആളുടെ ബ്രെയിൻ ഡാമേജ് ആവുന്നതെങ്കിൽ അത് റിട്ടേൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലഹരി ഇനി വേണ്ട എന്ന് തീരുമാനിച്ചാലും അതിൽ നിന്നുള്ള ആസക്തി കുറച്ചാലും ആ ലഹരി ബ്രെയിനിലുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ഒഴിവാകാൻ വർഷങ്ങളെടുക്കും. അവനൊരു നിത്യ മാനസിക രോഗിയാണ്. അതായത് ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ ഒരു ലഹരി ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുകയാണ്. തീർച്ചയായിട്ടും അത് അവനെപ്പറ്റി ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് അവനെ മാറ്റി. അവിടെയാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവൻ മാറുന്നത്. കാരണം നമുക്കറിയാലോ, ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹം എന്താണ് ചെയ്യുക, നമ്മളോട് അറ്റാക്ക് ചെയ്താൽ പോലും എന്ത് ചെയ്യും ഇതുവരെ പോകുന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടല്ലോ. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മൃഗമാണ് ഇറങ്ങിയതെങ്കിൽ നമുക്ക് അറിയില്ല ഈ മൃഗം എന്ത് ചെയ്യും. നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റിയുടെ പ്രധാന കാരണം അതൊക്കെയാണല്ലോ. എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ നാട്ടിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ പല ആളുകളും എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം അവർക്ക് പലരും രാസലഹരി ഉപയോഗിച്ച ആളുകളാണ്. ഒരു മനുഷ്യനെ മൃഗമാക്കാൻ ഞാൻ ഈയിടെ അത് കേട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ പോലും രാസലഹരി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വീട്ടുകാർക്ക് ഇതിൻ്റെ ഒരു തരത്തിലുള്ള സിംറ്റംസും മനസ്സിലാവാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ വാഷ്റൂമിൽ പോകുന്നു, ഒരുപക്ഷെ സ്കൂൾ ബാഗിനകത്തുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ 1-2 പാരൻസ് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അവർക്കറിയില്ല ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത്. പണ്ട് നമ്മൾ ഒരു സിഗരറ്റ് വലിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 തവണ സംസാരിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു മദ്യപിച്ച് പോയി കഴിഞ്ഞാലോ ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇന്ന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു ഇടപെടാൻ പറ്റില്ലേ? ഉണ്ട്. അവിടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് 13 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങി എന്നതാണ് ലാസ്റ്റ് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. 13 മുതൽ വയസ്സുള്ള കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. അത് രാസലഹരികൾ. ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മദ്യമോ പിന്നെ സിഗരറ്റോ ഒന്നുമല്ല. മീൻസ് ഏറ്റവും ഗ്രോയിങ് ഡ്രഗ് എന്ന് പറയുന്നത് കഞ്ചാവാണ്, കാനാബീസ് ആണ്. കൂടുതൽ രാസലഹരികൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കുട്ടികൾക്ക് വളരാണ്, ചുമ്മാ വളരാണ്. അവരെ വളർത്തണം. നമ്മൾ സ്വമേധയെ വളർന്നതും മറ്റൊരാൾ വളർത്തിയതും തമ്മിൽ റിസൾട്ട് വലിയ മാറ്റമുണ്ട്. അപ്പോൾ പാരൻറ്റിങ് സമയം ഉണ്ട്, ബട്ട് നമുക്ക് അറിയുന്നില്ല. ഞാൻ ഭയങ്കര ബിസിയാണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ട്രംപിനും 24 മണിക്കൂർ ഉണ്ട്. സമയം എല്ലാവർക്കും ഉണ്ട്. ആ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഒരു ടൈം മാനേജ്മെന്റ്. അതെ, നമ്മളെ തന്നെ വിശ്വസിപ്പിക്കണം. ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളിൽ. ഇല്ല, നമ്മുടെ മക്കളിൽ അതെ, അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു, അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ വളരുന്നതിൻ്റെ ഭാഗമാണ്, വളർത്തുന്നതിൻ്റെ ഭാഗങ്ങളല്ല അതൊന്നും. അത് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ സെക്കൻഡിലും ഡേ ബൈ ഡേ നമ്മൾ അവരുടെ ഗ്രോയിങ് ശ്രദ്ധിക്കണം. അവരെവിടെയാണ് പോകുന്നത് എന്ന് കരുതി അവരുടെ പിന്നാലെ കൂടി അവരെ പ്രയാസപ്പെടുത്തണം എന്നുമില്ല. നമ്മുടെ ലഹരി നമ്മൾ ഇപ്പോൾ എല്ലാ ആളുകളും ചിന്തിക്കുന്നത് രാസലഹരി വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. ശരിക്കും രാസലഹരി ഫോക്കസ് ചെയ്യുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സിഗരറ്റ്. സാധാരണ ആളുകൾ സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നോർമലല്ലേ, അത് നമ്മളതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഞ്ചാവിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, ഞാൻ ഇപ്പോൾ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും ആളുകൾ
കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് നോർമലൈസ് ചെയ്തിട്ടുള്ള സിഗരറ്റാണ്. സിഗരറ്റിൻ്റെ പല ടൈപ്പ് ഓഫ് സാധനം നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും സിഗരറ്റിൽ നിന്ന് കിട്ടുന്ന നിക്കോട്ടിൻ വലിയ മാരകമായ ലഹരിയാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ട തൽക്കാലം. പക്ഷേ അതിനകത്ത് കിട്ടുന്ന ടാറും കാർബൺ മോണോക്സൈഡും വളരെ ഡേഞ്ചറാണ്. ഇത് നമ്മൾ പബ്ലിക്കിന് പറയുന്നില്ല. നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു റിസർച്ച് ഉണ്ട്. സിഗരറ്റ് ഉപയോഗിച്ച് 4 പേര് മരണപ്പെട്ടപ്പോൾ 4 പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ 3 ആൾ മരിച്ചിട്ടുള്ളത് സിഗരറ്റിൽ നിന്ന് പോയിട്ടുള്ള കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ ടാറ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണെന്ന്. ലോകത്ത് 80 ലക്ഷം ആളുകളാണ് എല്ലാ വർഷവും സിഗരറ്റ് ഉപയോഗിച്ച് മാത്രം മരണപ്പെടുന്നത്. നിക്കോട്ടിനാണല്ലോ അതിന് പ്രധാനമായും പറയുന്നത്. കാർബൺ മോണോക്സൈഡും ടാറുമാണ് അതിൻ്റെ പ്രധാന കാരണങ്ങൾ. നമ്മൾ പറയുന്നത് അതിൽ ലഹരി പ്രശ്നമില്ല എന്നാണ്. നമ്മൾ നിക്കോട്ടിൻ ഫോക്കസ് ചെയ്യുന്നില്ല. കാർബൺ മോണോക്സൈഡും ടാറുമാണ് അതിൻ്റെ ഇഷ്യൂ. എന്നാൽ വേറൊരു രസം കേൾക്കണം. നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് 80 ലക്ഷം ആളുകൾ മരണപ്പെടുന്നത് സിഗരറ്റ് കൊണ്ടാണെങ്കിൽ 70 ലക്ഷം ആളുകൾ മാത്രമേ ഡയറക്റ്റ് യൂസ് ചെയ്ത ആളുകളുള്ളൂ. ബാക്കിയൊക്കെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് ആണ്. ഞാൻ ഉപയോഗിച്ച് നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, നിങ്ങൾക്ക് കിട്ടുന്നു, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്നു, ഭർത്താവ് ഉപയോഗിച്ച് വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് കിട്ടുന്നു. അതിന് ദുരിതം അനുഭവിക്കുകയാണ്. കോവിഡ് ടൈമിൽ 2 ലക്ഷം അധികം കുട്ടികൾ. ശിവരലി പേഴ്സണലി ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമാണോ ഇതിന് ഫോക്കസ് ചെയ്യാൻ? കാരണം ഇത്തരം ആളുകളെ രക്ഷിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ അവരൊന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ലൈഫ്? എൻ്റെ ലൈഫിൽ ഞാൻ മുമ്പ് വളരെ കുട്ടിക്കാലത്ത് ഇന്നത്തെ പോലെ അല്ലല്ലോ, നമുക്ക് മതിലുകളില്ലാത്തൊരു നാട്, ചെറിയ മരങ്ങൾ മാത്രം അതിലുള്ള കാലം. എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ അത്രയും പഴക്കമല്ല, പക്ഷേ എൻ്റെ ഒരു ഏരിയ അങ്ങനത്തെ ഏരിയ ആയിരുന്നു. ഗ്രാമപ്രദേശം. അതെ, അവിടെ ആൺകുട്ടികളായിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പെട്ടതാണ് ഞാൻ ചെറുപ്പത്തിൽ. ഏത് വീട്ടുകാർക്കും? അതെ, കാരണം അവിടെ ഒരു വീട്ടിലേക്ക് സാധനം വാങ്ങിക്കൊടുക്കണമെങ്കിൽ നീട്ടിൽ ഷബീറെന്ന് വിളിച്ചാൽ ഓടിയെത്തും. നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? പോകുന്ന സമയത്ത് നമുക്ക് 50 പൈസക്ക് മുട്ടായി വാങ്ങി തരും. സന്തോഷമല്ല, എക്സ്ട്രീം സന്തോഷമാണ്. നമ്മൾ ഇതാണ് നമ്മുടെ സാഹചര്യം പല വീട്ടിലും. നമ്മൾ അന്ന് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട്, അപ്പോഴത്തെ നമ്മുടെ ഒരു ചേച്ചിയുണ്ട്. പക്ഷെ എല്ലാം നമ്മുടെ കാഴ്ചയിൽ ഇതൊക്കെ നമ്മുടെ ഉമ്മയുടെ സ്ഥാനമാണ് അല്ലേ. അപ്പുറത്ത് വേറെ ചേച്ചിയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചിലപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരിക്കും. ഞാൻ പേര് പറയുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഭക്ഷണം. അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുന്ന് ഒരു ദിവസം നമുക്കന്ന് ഈവനിങ് സമയത്ത് കളിക്കാൻ പോകുമ്പോൾ ചേച്ചിയെ തല്ലുന്നത് കണ്ടു. എൻ്റെ വീട്ടിൽ ഞാൻ തല്ലുന്നത് കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മയെ തല്ലുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ ചേച്ചി തല്ലുന്നത് നമുക്ക് ഇഷ്ടമല്ല. കാരണം നമുക്ക് ആ ചേച്ചിയോട്, ആ വീട്ടുകാരോട് അത്രയും താല്പര്യമുള്ള വീടാണ്. പിന്നീട് കുറച്ചുകൂടെ ആയപ്പോഴാണ് മനസ്സിലാവുന്നത് ചേച്ചിക്ക് സ്ഥിരം തല്ല് കിട്ടുന്നത് ആ വീട്ടുകാരൻ കഴിക്കുന്ന മദ്യം കൊണ്ടാണെന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ കത്തുന്നത് മദ്യം എങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് തല്ലിപ്പിക്കുന്നു എന്നൊക്കെ അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഫോക്കസ് ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ടപ്പെട്ട പലർക്കും ഇത് പ്രയാസമായി എന്ന്. എനിക്ക് ചെറുപ്പത്തിൽ ഫ്രോയിഡൻ തിയറി അനുസരിച്ച് നമ്മൾ 10 വയസ്സിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പിൽക്കാലത്ത് ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം അത് പലപ്പോഴും ഈ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമുക്ക് അതിലൂടെ സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 20,000-ലധികം ആളുകൾക്ക്. ഇപ്പോൾ ഈ സമയത്ത് 10 വർഷം കൊണ്ട് 20,000 പേരുടെ ചുരുങ്ങിയത് ജീവിതം മാറ്റി എന്ന് പറയുന്നേക്കാൾ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു 900-ലധികം ലഹരിക്കെതിരെയുള്ള അവയർനെസ് സെഷൻ മാത്രമേ പോയിട്ടുണ്ടാവും. ഇതൊക്കെ ബെനിഫിറ്റിൻ്റെ പുറത്താണോ, അല്ല പണം എന്നുള്ളത് ഷബീറിന് എപ്പോഴെങ്കിലും? ഈ 900 വേദിയിൽ എൻ്റെ അറിവിൽ ചിലപ്പോൾ ഒരു 50 വേദിയിൽ നിന്ന് ചിലപ്പോൾ ഞാൻ പണം വാങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തേ പണം വേണ്ട ജീവിക്കാൻ? വേറെ വഴികളുണ്ട്. ഇതിന്ന് കിട്ടിയിട്ട് ആളുകളെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്ന് മാറ്റുന്ന പണം വേണ്ടെന്നാണോ? എന്നല്ല, അങ്ങനല്ല. കാരണം അത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫീസ് വാങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് പലപ്പോഴും അവയർനെസ് സെഷന് ഞാൻ പോകുന്നത്. ശരിക്കും ഞാൻ അതിലല്ല ഫോക്കസ്ഡ്. ഞാൻ ഒന്നുകൂടി റിലേഷൻഷിപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണ് റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? കാരണം റിലേഷൻഷിപ്പിന് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന് പ്രശ്നമുണ്ടോ? ഇപ്പോഴത്തെ നല്ല എല്ലാ കാലത്തും റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിലാണോ? അല്ല, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ദാമ്പത്യം റിലേഷൻഷിപ്പാണ്, ഫാമിലി ലൈഫ് റിലേഷൻഷിപ്പാണ്, പാരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് ഞാൻ ആദ്യമേ ഒരു പോയിന്റ് പറഞ്ഞു. നമ്മൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുമ്പോൾ ഇപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ഈ മൈക്ക്, ഇത് നിങ്ങൾ ഒരുപാട് പഠനം നടത്തിയിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് നിങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാവുന്നത്. വെറുതെ ചെയ്യില്ല. മാത്രമല്ല ആ പഠനമാണ് ഹൗ ടു യൂസ്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ പഠനത്തിൻ്റെ പിന്നിൽ പ്രധാനം. ഈ ഹൗ ടു യൂസ് മാനുവലിൻ്റെ പ്രാധാന്യം
ഇത് എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൂടെ അത് ഇൻഡയറക്റ്റായിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ട് ഇല്ലേ. പാരൻസ് ആരെങ്കിലും കുട്ടികളെങ്ങനെ വളർത്തുന്നത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ചുമ്മാണ്ട് വളരാണ് അവരെ. അല്ല, അതിന് പറയുന്നത് ഞാനൊക്കെ അങ്ങനെ വളർന്നതാണ്, എൻ്റെ ഉമ്മ അങ്ങനെ വളർത്തിയാണ്, എൻ്റെ വാപ്പ എങ്ങനെയായിരുന്നു, ഇതാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, നമ്മുടെ കാട്ടിലോട്ട് പോവുക. കാട്ടിലോട്ട് പോയിട്ട് അവിടെ വളർന്ന എല്ലാ മരങ്ങളും ഒരുപോലെ വളർന്നിട്ടില്ല. നിങ്ങളെ വേറെ ആരെങ്കിലും നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായേനെ. അത് നമ്മൾ ഒരാൾ മോശപ്പെടുത്തുന്നതല്ല. വളവും എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് വളവും വെളിച്ചവും സമയാസമം ക്രമീകരിച്ച് കൊടുക്കുന്നതിന് റിസൾട്ട് വളരെ വലുതാണ്. അതിനാണോ താങ്കൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഇനി ഭാര്യ ഭർത്തൃ ബന്ധത്തിലോട്ട് വന്നാലും ആരാണ് ഇവരടുത്ത് പഠിപ്പിച്ചിട്ടുള്ളത്? അത് പണ്ട് ഈ കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. മാരിറ്റൽ കൗൺസിലിംഗ്. അത് ഈ പുതിയ കാലത്ത് അത് കുറവാണ്. ആക്ച്വലി അത് ആ ഒരു രീതിയിൽ കുറഞ്ഞ ഒരു സമയമാണ്. പക്ഷെ അത് വേണം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. മുൻപ് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഡിവോഴ്സിൻ്റെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു വർഷത്തിനപ്പുറത്ത് ഒരു റിലേഷൻഷിപ്പും നിലനിൽക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് അത്തരം ഡിവോഴ്സ് വർദ്ധിക്കുന്ന ഒരു കേരളത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? അത് നമുക്ക് ആക്ച്വലി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം അപ്പോൾ അമ്മക്ക് പാരൻസിന് കുട്ടികളോടുണ്ടാവുന്ന ഒരു വാത്സല്യമാണെങ്കിൽ നമുക്ക് ചെറിയ ആളുകൾക്ക് മുതിർന്നവരോടുണ്ടാവുന്നത് ഒരു തരം ഒരു ബഹുമാനമാണ്, കരുണയുണ്ട്, സ്നേഹമുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാവേണ്ടത് പ്രണയമാണ്, റൊമാൻസാണ്. പലപ്പോഴും അതില്ല. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോളും, നിങ്ങൾക്കിതിൽ സ്നേഹമുണ്ടായിക്കോളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു തലമുണ്ട് റൊമാൻസ് എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 3 മാസം അതുണ്ട്, പിന്നീട് അത് കുറയുന്നുണ്ട്. റിസർച്ച് ഉള്ളതാണ്. നമ്മൾ ഹോർമോൺ ലെവൽ താഴോട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള റൊമാൻസിൽ മാറ്റമുണ്ട്. ബട്ട് ഈ റൊമാൻസിനും നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, ആവശ്യം പോലെ വെളിച്ചവും കാണിക്കണം. അപ്പോഴാണത് വളരുന്നുള്ളൂ. അവിടെയാണ് നല്ലൊരു കപ്പിൾസ് ജനിക്കുന്നുള്ളൂ, നിലനിൽക്കുന്നുള്ളൂ. ഇതില്ല. അതിനാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളത, പ്രണയം, അതൊക്കെ പുറമേ കാണിക്കണം എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിനുള്ള റീൽസിലൂടെ കാണിച്ചാൽ മതിയാവും? റിയൽ ലൈഫിലും കൂടെ കാണിക്കണം. റീൽസിൽ മാത്രം പോരാ, റിയൽ ലൈഫിലും വേണം. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് കുറേ കാര്യങ്ങളായി. എനിക്ക് ഷബീർ അലിയുമായിട്ട് നമുക്ക് പിന്നെയും സംസാരിക്കാം. ഷബീർ അലി മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാപനമുണ്ട് അല്ലേ? ആ സ്ഥാപനം കുറേ കാലമായിട്ട് ഇതുപോലെ ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ മദ്യാസക്തിയിൽപ്പെടുന്ന, ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയും കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഷബീർ അലിയുടെ യാത്ര. ആ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രവാസി സമൂഹത്തോട് താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡ്വൈസ് എന്ന രീതിയിൽ കൊടുക്കാനുണ്ടെങ്കിൽ? നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വന്ന് പിന്നീട് നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന പ്രധാന ആദ്യപടി ഇവനെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പറിച്ച് വിദേശത്തോട്ട് അയക്കുക. അതിൽ പ്രധാനമായ ആ വിദേശമെന്ന് പറയുന്നത് ദുബായിയാണ്. നിങ്ങൾ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് അയക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. എനിക്ക് മനസ്സിലായത് ഇതിനേക്കാൾ ബെറ്റർ ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ അതേ കൂട്ടുകെട്ടിൽ നാട്ടിൽ തന്നെയാണെന്നുള്ളതാണ്. കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്നൊരു പോലെ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ലഹരി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുപാടുണ്ട്. ദുബായ് എന്ന് പറയുന്നത് വേൾഡിൻ്റെ ഫൺ സിറ്റിയാണ്. ഒരുപാട് ഫൺ ഇവിടെ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിനിടയിൽ നിന്ന് ഡ്രഗ്സിന് മാത്രം മാറ്റി നിർത്തുക. നാട്ടിലുള്ള, വീട്ടിലുള്ള നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി കൂടി അവരെയും കൂടി നമ്മുടെ ഫണ്ടിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം. നേരെ മറിച്ച് നമ്മൾ മാത്രം സന്തോഷിക്കുകയും വീട്ടിലുള്ളവരെ കരയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഷബീർ അലി. താങ്ക് യു. വെൽക്കം.